പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറവലങ്ങാട്, പള്ളിക്കത്തോട് പഞ്ചായത്തുകളിൽ കളക്ടർ ജനങ്ങളുടെ പരാതികൾ അറിയാൻ നേരിട്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടറുടെ ഓഫീസിൽ പരാതികളുമായി ദിവസവും കയറിയിറങ്ങുന്നവർ നിരവധിയാണ്. എന്നാൽ പരാതികളുമായി തന്റെ അടുത്തേക്ക് എത്താൻ കഴിയാത്തവരുടെ അരികിലേക്ക് നേരിട്ടെത്തുകയാണ് കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജില്ലയുടെ പല ഭാഗങ്ങളിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തിയാണ് കളക്ടർ പരാതികൾ സ്വീകരിക്കുന്നത്. അതത് പഞ്ചായത്തുകളിൽ നിന്നും മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കും പരാതികൾ നൽകാൻ അവസരമുണ്ട്. ഇത്തരം വേദികളിൽ വഴി, കുടിവെള്ളം, വീട്, വസ്തു, വായ്പ തുടങ്ങി സാധാരണക്കാരുടെ എല്ലാവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും പരാതികൾ ലഭിക്കുന്നുണ്ട്. ഓരോ പരാതിയും പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി നേരിട്ടിടപെടേണ്ട വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ട സേവനം ലഭ്യമാക്കുകയാണ് കോട്ടയം ജില്ലാ കളക്ടർ. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പള്ളിക്കത്തോട്, കുറവലങ്ങാട് പഞ്ചായത്തുകളിലായി 2 സിറ്റിംഗുകൾ കളക്ടർ നടത്തിയിരുന്നു. കുറവലങ്ങാട് പഞ്ചായത്തിൽ ബുധനാഴ്ചയായിരുന്നു സിറ്റിംഗ്. കുറവലങ്ങാട് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും 20 പരാതികളാണ് കളക്ടർക്ക് ലഭിച്ചത്. ബൈപ്പാസ് നിർമ്മാണം, വഴി, അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റൽ, അംഗൻവാടി ടീച്ചർമാരുടെ ശമ്പളം, അംഗൻവാടിക്കായി ഏറ്റെടുത്ത സ്ഥലം തിരികെ നൽകണം തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് പരാതികൾ ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ച കളക്ടർ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെത്തി ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചിരുന്നു. ഇവിടെ 46 പേരാണ് ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട പരാതികൾ നൽകിയത്. അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതലും പരാതികൾ. വീട്ടിലേക്കുള്ള വഴി, വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി രജിസ്റ്റർ ചെയ്തിട്ടും അഭിമുഖത്തിന് വിളിക്കാത്തത്, സർവേ നമ്പറിലെ പിഴവ് തിരുത്തൽ, വീടിന്റെ അറ്റകുറ്റപ്പണി, ലൈഫ് മിഷനിൽ അനുവദിച്ച വീടുകൾ പൂർത്തീകരിക്കാൻ കൂടുതൽ ധനസഹായം, മുതിർന്ന പൗരന്മാർക്ക് വീൽചെയർ, റോഡിലെ വെള്ളക്കെട്ട്, ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ നന്നാക്കൽ, കുടിവെള്ളത്തിൽ മാലിന്യം കലക്കൽ തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പരാതികൾ കളക്ടർക്ക് ലഭിച്ചു. പരാതിക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടിയ ജില്ലാ കളക്ടർ അപേക്ഷകൾ വിശദമായി പരിശോധിച്ച ശേഷം നടപടികൾ എടുക്കാമെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സ്റ്റാർ വിഷൻ ന്യൂസ്.